ഷെബി ആ ഇന്ന് നേരത്തെ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. മോനിക്ക് സ്കൂളിൽ PTA മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ അതിന് പോയിട്ട് വരുവാ. മക്കളൊക്കെ നല്ലപോലെ പഠിക്കുന്ന. കുഴപ്പമൊന്നുമില്ല. പിന്നെ അവർക്ക് കുറച്ച് ബുക്കൊക്കെ വാങ്ങണമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ ഇറങ്ങാന്ന്. ഇക്കെന്താ നേരത്തെ വന്നത്? ഇന്ന് ജോലിയില്ല. അപ്പോൾ ഞാൻ ജോലി സ്ഥലത്ത് പോയിട്ട് തിരിച്ചിരുന്ന് ലീവ് എടുത്തിയാണ്. എനിക്ക് ഒരു അത്യാവശ്യമായിട്ട് പോകണം. വീട്ടില് ഉമ്മാക്ക് സുഖമില്ല. അവർക്ക് കുറച്ചാളുകൊണ്ടേ സുഖമില്ല, ഷുഗറൊക്കെയാണ്. അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ഇവിടെ കടയിലൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാം. ഉമ്മ നിർബന്ധിക്കുമായിരിക്കും അല്ലേ? നിങ്ങൾക്ക് കല്യാണം കഴിച്ചുകൂടെ? ആ മോഹമൊക്കെ ഞാനും കളഞ്ഞു. അതെ, പിന്നെ എൻ്റെ മക്കൾക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. എനിക്ക് സമ്മതക്കുറവൊന്നും ഇല്ലെന്ന് അറിയാല്ലേ. പക്ഷെ എൻ്റെ കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല. അവരെ വാപ്പാടെ സ്ഥാനത്ത് മറ്റൊരാളും അവർ കാണത്തില്ല. അതുകൊണ്ടാണ്. മക്കളൊക്കെ വലുതായി വരുമല്ലേ, അപ്പോൾ അവർക്കതൊന്നും ഇഷ്ടപ്പെടണമെന്നുമില്ല. അതുകൊണ്ടാണ് വീട്ടിലോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞത്. കാര്യം കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല. അവർ വളർന്നു വരുമല്ലേ, അവരിപ്പോൾ എന്നോട് ചോദിച്ചു തന്നെ തുടങ്ങി. പിള്ളേർക്ക് ബുക്കൊക്കെ വാങ്ങിക്കൂടെ? വേണ്ട, പൈസ ഒന്നും വേണ്ടക്കാ. എനിക്ക് ശമ്പളമൊക്കെ കിട്ടിയായിരുന്നു. കുഴപ്പമില്ല, വെച്ചോ. എന്റെ ചെലവും കൂടെ ഒക്കെ നോക്കുന്നത്. അതൊന്നും വേണ്ടായിരുന്നു. അതൊന്നും പ്രശ്നമില്ല, കാര്യങ്ങൾ നടക്കട്ടെ. പിന്നെ എനിക്ക് ഉമ്മായും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ പറഞ്ഞോ? ഇല്ല, ഞാൻ കൊണ്ടുപോവാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കൂ. നീ വന്നു കഴിഞ്ഞാലും പിള്ളേർക്ക് അതൊരു ഇഷ്ടക്കേട് ഉണ്ടാവുമല്ലോ. അല്ല, അത് കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ മതി. അവിടെ വേറെ പെണ്ണുങ്ങൾ ആരും ഇല്ലല്ലോ. ഞാൻ വരാൻ വേണമെങ്കിൽ ഉമ്മാടുത്തോട്ടാകാം. ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി എന്നാ. ഓക്കെ. എന്ത് മോനി ഇവിടെ തന്നെ വന്നിരിക്കുന്നത്? എന്ത് പറ്റി? താമസിച്ച ഉമ്മയ്ക്ക് മോനിക്ക് ബുക്കൊക്കെ വാങ്ങാൻ പോയിരുന്നു. ഉമ്മി ബുക്ക് പഠിക്കാനല്ല പോയ, മറ്റേ മാമയുടെ പോയതാണ്. അല്ല ഉമ്മ ബുക്ക് വാങ്ങാൻ പോയതാ. മാമ ഇഷ്ടമല്ല, ഉമ്മ മാമനോട് പോണ്ട. എന്തിനാ പോയത് മോനെ? അത് മോൻ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? ഉമ്മ പോയി, ഞാൻ കണ്ടായിരുന്നു. അത് ഉമ്മ അവിടെ വെച്ചെന്ന് കണ്ടപ്പോ സംസാരിച്ചതേ ഉള്ളു. ഉമ്മ പോയില്ല. ഉമ്മി കള്ളത്തരം പറയല്. ഉമ്മി ഞാൻ കണ്ടായിരുന്നു, ഉമ്മി പോയി. ഇല്ല മോനെ, ഉമ്മി എനിക്ക് ആ മാമ ഇഷ്ടമല്ല. ഉമ്മി ഞങ്ങക്ക് വാപ്പായെ ഉൾക്കൊള്ളാൻ പറ്റൂ, മറ്റൊരാളാ വേണ്ട. ഉമ്മ അങ്ങനെ ഇനി ആവർത്തിക്കല്. ഈ കുട്ടികളെന്താ ഇങ്ങനെ? പാവം, എന്നെ കണ്ട് സംസാരിച്ചല്ലേ. അവരെപ്പോഴെങ്കിലും മനസ്സിലാക്കും. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ വീട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവരെ കാര്യങ്ങളും ചെലവുകളും എല്ലാം നോക്കുന്ന ആളും കൂടെയാ. മറ്റൊരു രീതി എന്നെ കണ്ടിട്ടുമില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മോനെ ഉമ്മയെടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോയ എന്തിനാ? നിക്ക്, നീ വാ, ഉമ്മ ഒരു കാര്യം പറയട്ടെ. മോനെ, ഉമ്മയ്ക്കേ വാപ്പിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ആ മാമയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമായിരുന്നു. അന്ന് അത് നടന്നില്ല. ഉമ്മയെ ഓർത്ത് ആ മാമ കല്യാണം പോലും കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഉമ്മയും ആ മാമയും തമ്മിൽ മറ്റൊരു ബന്ധവും ഇല്ല. നീ തെറ്റിദ്ധരിക്കത്തക്ക ഒരു ബന്ധവും ഇല്ല. എനിക്ക് ആ മാമ വലിയൊരു സഹായമാണ് ചെയ്യുന്നത്. ഉമ്മയ്ക്ക് പോയി കിട്ടുന്ന ശമ്പളം അറിയാലോ. എൻ്റെ മക്കൾക്കുള്ള ആഹാരം വാങ്ങാൻ പോലും പറ്റത്തില്ല. ആ മാമ ചെലവിന് തരും എന്നും പറഞ്ഞു ആ മാമ മറ്റൊരു രീതിയിൽ ഉമ്മയെ കാണുന്നില്ല. ഞങ്ങൾ അമ്മയെ മറ്റൊരു അരുതാത്ത ബന്ധവും ഇല്ല. നിങ്ങളത് മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളാണ് വലുത്, മക്കളാണ് വലുത്. പണ്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു, എനിക്ക് വേണ്ടി ആ മാമ കല്യാണം പോലും കഴിക്കാതിരുന്നത്. നിന്റെ വാപ്പയുടെ സ്വഭാവം അറിയായിരുന്നല്ല. കുടിച്ചെല്ലാം നശിപ്പിച്ച് ഉള്ള കിടക്കാടം പോലും ഇല്ലാത്ത അവസ്ഥയില ഈ കിടക്കുന്ന വീട് വരെ ആ മാമാടതാ. ആ മാമ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണം.
എന്നും പറഞ്ഞ് മറ്റൊരു രീതിയിൽ നമ്മളെ കാണുന്നില്ലല്ലോ. എനിക്ക് അതൊന്നും കേക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഷമി, ഇന്നെന്താ താമസിച്ചത്? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കാണാൻ ഇങ്ങനെ വന്ന് നിൽക്കരുതെന്ന്. എന്നും എന്നും എന്തിനാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? ഞാൻ നിന്നെ വന്ന് കാണുന്നതല്ലോ, നിന്നെ ശല്യപ്പെടുത്തുന്നില്ലല്ലോ. നിങ്ങൾ എത്ര വർഷമായിട്ട് ഇങ്ങനെ വരുന്ന? ഇനി എൻ്റെ മക്കളൊക്കെ വളർന്നു, അവർ ഇപ്പൊ ചോദിച്ചു തുടങ്ങി. അവർക്കൊന്നും ഇഷ്ടമല്ല നിങ്ങൾ വരുന്നതും കാണുന്നതും ഒന്നും. ഇനി എന്നെ കാണാൻ ഇങ്ങനെ വരരുത്. നാട്ടുകാർ തന്നെ ഇപ്പം ഒരു വിധവയായ പെണ്ണ് ഒരുത്തൻ്റെ കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ നാണക്കേടല്ലേ. അതുകൊണ്ട് അവരെന്നെ ഇപ്പൊ പൊടിമോൻ വരെ ചോദിച്ചു തുടങ്ങി അതാരാണ് എന്താണ് എന്നൊക്കെ. അപ്പൊ ഇനി എന്നെ കാണാൻ വരരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ്, പ്ലീസ്. ആ ശരിയടാ, ഓക്കേടാ, നാളെ കാണാം. ഞാൻ പോട്ടെ. ഞാൻ നിന്നെ കാണാൻ വരുന്നതല്ലോ, നിന്നെ ശല്യപ്പെടുത്തുന്നില്ലല്ലോ. നിന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമല്ല എനിക്ക് കഴിഞ്ഞ. അത് പണ്ടേ ഞാൻ മറന്നു. ഇപ്പൊ ഞാൻ നിന്നെ വന്ന് കാണുന്നതല്ലോ. എനിക്ക് നിന്നെ കാണുന്നുണ്ടല്ലോ എനിക്കൊരു സന്തോഷം. നിങ്ങളൊരു കല്യാണമെങ്കിലും കഴിക്കണം. ഈ നാട്ടുകാരെ വായെങ്കിലും അടപ്പിക്കാമല്ലോ. ഇത്രയും വർഷമായിട്ട് എന്റെ പിറക്കെ തന്നെ നടക്കുന്നു കേട്ടാ എന്റെ കുട്ടികളും വളർന്നു വരിക. അവർക്കതൊരു നാണക്കേടും മാനക്കേടുമായി മാറും. അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു മറ്റൊരു വിവാഹം കഴിക്കുക, ഒരു കുടുംബവും പുലർത്തുക ചെയ്യണം. അപ്പോഴേ എനിക്ക് നാണക്കേട് മാറും. എനിക്ക് മറ്റൊന്നും അറിയണ്ട. ഇനി എന്നെ കാണാൻ വരരുത്. എനിക്കും വിഷമമുണ്ട്, പക്ഷെ ഇനി എന്നെ കാണാൻ വരരുത്. എന്റെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. ഷമി, അതിനു വേണ്ടി ഇങ്ങനൊരു തൊഴിലിന് തന്നെ ഇറങ്ങിയത്. ഷമി, നീ അങ്ങനെ പറയരുത്. എന്റെ ഭർത്താവ് മരിച്ച് ഇത്ര വർഷമായി. ഞാൻ ഞാൻ അന്തസ്സായിട്ടാ ജീവിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഈ സംസാരം കേട്ടു തുടങ്ങിയപ്പോ എന്റെ കുട്ടികൾ വരെ എന്നെ വല്ലാതെയാ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാല് പിടിച്ച് പറയാം, ഇനി മുതൽ എന്നെ കാണാൻ വരരുത്, പ്ലീസ്. മോനെ, മോനെ, ഉമ്മയൊന്ന് പറയട്ടെ, ഒന്ന് നിക്ക്. കണ്ടല്ല, മോനെന്താണ് ഉമ്മയെ റോഡിൽ വെച്ച് കണ്ടപ്പം തിരിഞ്ഞു നടന്നു പോയത്? വിളിച്ചിട്ട് പോലും നിക്കാഞ്ഞത്? അത് ഉമ്മയ്ക്ക് അറിയാമല്ലോ എന്താണെന്ന്. അത് ഉമ്മ സംസാരിച്ചല്ല, വഴി വെച്ച് ജസ്റ്റ് കണ്ടതാ. ഉമ്മയ്ക്ക് അങ്ങനെ ഉമ്മ നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഉമ്മ സംസാരിച്ചിട്ടില്ല. ആ എനിക്കെല്ലാം അറിയാം. മോനെ, എന്നെ വന്ന് എത്ര കാണല്ലേ എന്ന് പറഞ്ഞാലും അത് കാണും വരും. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എൻ്റെ മക്കളിപ്പോൾ എൻ്റെ കൂടെ മിണ്ടുന്ന പോലുമില്ല. എത്ര ദിവസമായി എന്നെ ആരും മനസ്സിലാക്കാത്ത എന്താ? എൻ്റെ മക്കളും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഇന്ന് കണ്ടായിരുന്ന ഉമ്മയും മാമായി നിക്കുന്ന? കണ്ടായിരുന്ന? ഉമ്മ പറയുന്നതിനും കാര്യമില്ലടാ. നമുക്ക് വേണ്ടിയല്ലേടാ ഉമ്മ ജീവിക്കുന്നത്. പാപ്പ മരിച്ചിട്ട് എത്ര വർഷമായെന്ന് നിനക്കറിയാവോ? നിന്റെ കൊച്ചിലേ ആയിരുന്നു. നിനക്ക് വാപ്പയുടെ സ്വഭാവം എന്ന് പറഞ്ഞുകൂടായിരുന്നല്ലോ. ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടെ. വാപ്പി കുടിച്ചോണ്ട് വന്നിട്ട് ഉമ്മ ഒരുപാടിട്ട് അടിക്കുമായിരുന്നു. അന്ന് നിന്നെ ഗർഭിണിയായിരുന്നപ്പോഴും ഉമ്മയെ ഒരുപാടിട്ട് അടിക്കുമായിരുന്നു. എന്നിട്ട് ഉമ്മ നമുക്ക് വേണ്ടി ജീവിച്ചില്ലേടാ. നീ അത് ചിന്തിക്ക്. അപ്പം ഉമ്മയുടെ സന്തോഷം നമ്മളല്ലേടാ കണ്ടിട്ടുണ്ട.
ചിന്തിക്ക്. ഉമ്മിക്ക് ആ മാമാടെ കൂടെ ജീവിക്കാൻ സന്തോഷമാണെങ്കിൽ നമ്മളെന്തിന് തടസ്സം നിൽക്കുന്നത്? ഉമ്മയുടെ ജീവിതത്തിൽ ഉമ്മ ഇതുവരെ സന്തോഷം അറിഞ്ഞിട്ടില്ല. ഉമ്മയുടെ സന്തോഷം അല്ലേടാ നമ്മളെ സന്തോഷം. നമ്മൾ വലുതാകുമ്പോൾ നമ്മളെ കാര്യം നോക്കി നമ്മൾ പോവില്ലേ? അപ്പൊ ഉമ്മ ഒറ്റയ്ക്കാവൂലേ? ചിന്തിച്ചു നോക്ക്. ഇതിപ്പം നടക്കട്ട്, നമ്മളെ കാര്യം നോക്കിയാൽ പോരെ? ഇതിപ്പോ ഇങ്ങനെ നടക്കട്ട്, നടത്തി കൊടുക്കാം അവരെ കല്യാണം. നീ ഓക്കെ ആണോ? ഇക്ക പറഞ്ഞ ശരിയാക്ക, നമുക്ക് നടത്തി കൊടുക്കാം. അല്ലെങ്കിൽ ഉമ്മ ഒറ്റയ്ക്കായിപ്പോ. ഇക്ക പറഞ്ഞാണ് കാര്യമുള്ളത്. നമുക്ക് നടത്തി കൊടുക്കാം. ഉമ്മയടുത്ത് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ തന്നെ പോവാം. വാ. എൻ്റെ മക്കൾക്ക് വിഷമമായാടാ. ഉമ്മ ഇനി അങ്ങനൊന്നും പോകത്തില്ല. ഉമ്മ ആ മാമാടുത്ത് അങ്ങനെ പറഞ്ഞതാ. എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല. ഉമ്മയുടെ ഇനി സംസാരിക്കാൻ വരല്ലേ എന്നാ പറഞ്ഞത്. അല്ലാതെ ഉമ്മ ഒരു തെറ്റായ വഴിക്കും പോകത്തില്ല മക്കളും. ഉമ്മ തെറ്റായ വഴിക്കൊന്നും പോകത്തില്ലെന്ന് നമുക്കറിയാം. മാമാടുത്ത് തീർത്തും പറഞ്ഞു എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഇനി ഉമ്മയടുത്ത് വരരുതെന്ന് പറഞ്ഞ് ഇനി ഉമ്മയുടെ മുന്നിൽ വരത്തില്ല. ഉമ്മ അത്ര ഒഴിവാക്കി വിട്ട് ഇനി ഉമ്മയോട് ഞങ്ങളൊരു കാര്യം പറയട്ടെ. മക്കൾ ഇനി എന്നെ പഴക്ക് പറയരുത് ഒന്നിനും. അതല്ല ഉമ്മ ഇത്ര വർഷത്തെ ഉമ്മയുടെ സ്നേഹബന്ധമാണ്. അത് ഞങ്ങള് തിരിച്ചറിയാതെ പോയതിനാണ് കുറ്റം. ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല മക്കള്. എന്റെ മക്കൾക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്. എന്റെ മക്കളെ മതി എനിക്ക്. അല്ല ഉമ്മി, ഞാനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ? ഉമ്മി, നാളെ ആ മാമാടുത്ത് ഇങ്ങ് വരാൻ പറ. നാളെ ഞങ്ങളെ സംസാരിക്കാം. എന്തിനാ മോനെ? ഉമ്മയുടെ ആ മാമാടെയും കല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. അത് മോനെ, അതൊന്നും നടക്കുന്ന കാര്യമല്ല മക്കളെ. അതൊക്കെ ഉമ്മ പണ്ടേ ഉപേക്ഷിച്ചതാ. എൻ്റെ മക്കൾക്ക് വേണ്ടി ഉമ്മ ജീവിക്കുന്ന തന്നെ. അല്ല ഉമ്മി, ഇത് ഞങ്ങൾ തീരുമാനിച്ച. ഉമ്മ ഒറ്റപ്പെടല്ലേ. ഉമ്മയുടെ ഒപ്പം കാണാം ഞങ്ങള്. ഉമ്മി ആ മാമായ വിളിക്ക്. നാളെ വരാൻ പറ. എൻ്റെ മക്കൾക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ? ഇല്ല ഉമ്മി. നിങ്ങൾ നല്ല സന്തോഷത്തിൽ തന്നെ പറയുന്നത്. ഉമ്മയെ വിളിക്കാം. ചെല്ലെ മക്കള് പോയി കിടന്നു. ചെല്ലെ. വിളിക്കുമ്പോ സന്തോഷാവും. ഹലോ ഹലോ, ഷമിയാ? ഒന്ന് നാളെ കാണാൻ പറ്റുമോ? ഇല്ല ഷമി. അല്ല, ഒന്ന് നാളെ വീട് വരെ വരാൻ. ഇല്ല, പറ്റൂല. അതെന്താ? എനിക്ക് കേൾക്കുന്നില്ലല്ലോ. എന്താ? ഞാൻ ട്രെയിനിലിരിക്കുക. ട്രെയിനിലോ? എവിടെ പോന്ന്? ഞാൻ കുറച്ച് ദൂരത്തിൽ പോവാ ഷമി. അപ്പൊ എന്നെ കാണാനൊന്നും വരത്തില്ലേ? ഇല്ല ഷമി, ഇന്നോട്ട് ഞാൻ നിന്നെ കാണത്തില്ല. ഞാൻ നിനക്കും നിന്റെ മക്കൾക്കും ഒരു നാണക്കേടും ഒന്നും ഉണ്ടാക്കിയാൻ വെക്കത്തില്ല. ഞാൻ നിന്നെ കാണാതിരിക്കാനാണ് ഞാൻ നാട് വിടുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ഇല്ല ഷമി, ഇനി ഒന്നും പറയണ്ട. അല്ല, ഞാൻ പറയാൻ വന്നത്. ഷമി, ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. ഞാൻ ആ വീടും വസ്തുവും നിന്റെ പേരിന് പവർ ഓഫ് അറ്റോർണി എഴുതി വെച്ചിട്ടുണ്ട്. അത് നിനക്കുള്ളതാണ്. ഞാൻ അതിലൊരു അവകാശവും പറഞ്ഞു വരത്തില്ല. ഇനി നിന്നെ ഞാൻ കാണാൻ വരത്തില്ല. നിനക്കതൊരു വിഷമമാവും. ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഇല്ല ഷമി, ഞാൻ ഉമ്മായായിട്ട് ഇന്ന് പോവുക. ഷമി, ഈ സിം ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. ഇനി എന്നെ നീ വിളിക്കരുത്. നിന്റെ മക്കളും വലുതായി വരെയല്ലേ, അവർക്കും ഒരു നാണക്കേട് ഉണ്ടാവണ്ട. ഈ നാട്ടിലോട്ട് തിരിച്ചു വരത്തില്ല. നിനക്ക് ഒരു രീതിയിലുള്ള നാണക്കേടും ബുദ്ധിമുട്ടും നിനക്കും ഉണ്ടാവത്തില്ല. ഞാൻ ഈ നാട്ടിൽ നിന്ന് എന്നേക്കുമായി പോവുകയാണ്. ഈ സിം ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ്. ഈ നമ്പറിൽ നീ എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല.
ഭാഗ്യം കെട്ടൊരു ജന്മമായി മാറി ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഒന്നും എൻ്റെ ഇഷ്ടത്തിനാ കിട്ടിയിട്ടില്ല, ഇനിയും കിട്ടാൻ പോകുന്നില്ല. എന്തിനാ ജീവിതത്തെ പഴിക്കുന്നത്?